നമ്മളെ മനസ്സിനെ ഇച്ഛാശക്തി പിടിച്ചു നിർത്താൻ ഈ എക്സസൈസിന് സാധ്യമാണ്. അതെങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ലീഡേഴ്സ് കമാൻഡ് തരുന്നു, നമ്മൾ ഒബേ ചെയ്യുന്നു. നമ്മളറിയാതെ നമ്മളെ മനസ്സും ഒരു ഒബീഡിയൻസിലേക്ക് വരും. അപ്പൊ നമുക്ക് പിടുത്തത്ത് കിട്ടും. അപ്പൊ നാളെ മുതൽ പഞ്ചസാര വേണ്ട എന്ന് പറഞ്ഞാൽ പഞ്ചസാര വേണ്ട, ഇഷ്ടപൂജ്യമായ പൊറാട്ടയും ബീഫും വേണ്ടെന്ന് വെച്ചാൽ വേണ്ടെന്ന് തന്നെ. ആ ഒരു ഇച്ഛാശക്തി ഈ സമയം കൊണ്ട് നേടിയെടുക്കാൻ നമുക്ക് കഴിയും. പിന്നെ ഞാൻ പിന്നെ പറയാം. പിന്നെ ഈ അന്ന് രാവിലെ തന്നെ ഇത്രയും വലിയൊരു ജനസഞ്ചയത്തെ നമ്മളെ കൂടെ കിട്ടുക എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നൊരു വൈബ് ഉണ്ടല്ലോ, അത് മതി അടുത്ത് 24 മണിക്കൂർ നേരത്തേക്ക് നമ്മൾ ജോയ്ഫുൾ ആയിട്ട് നിർത്താം. എല്ലാവരും ജോയി അതിൽ പങ്കെടുക്കുന്ന ആള്. അതെങ്ങനെ ഉണ്ടായതാ? ഇതുകൊണ്ടുണ്ടാവുന്നതാ. പിന്നെ പ്രായമായ സീനിയർ സിറ്റിസൺസിന് അവർക്കറിയാലോ, നമ്മൾ പ്രായമാകുമ്പം കുടുംബത്തിൽ നിന്ന് ഒറ്റപ്പെടും, സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടും, ഏകാന്തത വരും, അങ്ങനെ ഡിപ്രഷനിലേക്ക് പോകും. ഈ ക്ലബിലേക്ക് വരുന്ന നമ്മളിങ്ങനെ റൗണ്ട് അപ്പ് ആയിട്ട് നിൽക്കുന്നതോടുകൂടി എല്ലാ ഏകാന്തതയും പോവും. നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് ഈ റൗണ്ട് അപ്പ് ഒരു സന്ദേശം അയക്കുന്നുണ്ട്, നീ ഒറ്റക്കല്ല എന്നുള്ളൊരു കോൺഫിഡൻസ്. ആ കോൺഫിഡൻസ് മാത്രം മതി വയസ്സായ ആളുകളെ ഡിപ്രഷനിലേക്ക് തള്ളി നിൽക്കാതിരിക്കാൻ. പിന്നെ നമ്മുടെ ക്യാമ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെ സോണിന്റെ നമ്പർ 1. അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാല് അത് വെൽ ഓർഗനൈസ്ഡ് ആണ്, വെൽ ഡിസിപ്ലിൻഡ് ആണ്. എല്ലാ ക്രെഡിറ്റും അത് പോകുന്നത് ഇതിന്റെ കോർഡിനേഷൻ, അദ്ദേഹത്തിന് ആജ്ഞാശക്തി ഒന്നുകൊണ്ട് മാത്രമാണ് ഇതിങ്ങനെ ഡീസന്റ് ആയിട്ട് വലിയ ഒച്ചയും പടിയൊന്നും ഇല്ലാതെ ഇത്ര ആൾ കൂടി എന്തൊക്കെ ഒച്ച പള്ളി വരെ നമ്മൾ സംസാരിക്കുന്നുണ്ട്. ഇവിടെ വളരെ സൈലന്റാണ്. അത് മൂപ്പരുടെ ഒരു കഴിവാണ്. മാത്രമല്ല അയാള് ഒരു മുന്നോട്ട് കൂടി നോക്കുന്നുണ്ട്. നമ്മളിടയിലെ ചെറുപ്പക്കാരെ പിടിച്ചിട്ട് ഭാവിയിലെ പ്രോമിസിംഗ് ട്രെയിനേഴ്സ് ആക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. പ്രത്യേകിച്ചും നവാസ്, ഹസീബ് പോലത്തെ ആളുകൾ. ഭാവിയിൽ അവര് നല്ല ട്രെയിനേഴ്സായിട്ട് അയൽ ഗ്രാമങ്ങളിലൊക്കെ ഇതിന്റെ മെക്സവന്റെ സന്ദേശം എത്തിക്കാൻ അവർക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇനി ഒരു കാര്യം, നമ്മുടെയൊക്കെ ഗ്രാമത്തിൽ, ഉൾഗ്രാമത്തിൽ വളരെ മുമ്പേ 10-100 കൊല്ലങ്ങൾക്ക് മുമ്പേ ഒരു നോഷൻ ഉണ്ട്. എന്താന്ന് പറഞ്ഞാല് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുമ്പോൾ മറ്റവനെ പിടിച്ചമർത്തി വേദനിപ്പിക്കണം. ഇതൊക്കെ ചെറുപ്പത്തിൽ ഞാൻ എത്രയോ ആളുകൾക്ക് ഓടി ഒളിച്ചിട്ടുണ്ട്. പിടിച്ച് കൈ ആ നീരാളിപ്പിടുത്തത്ത് കുടുങ്ങിയാൽ പിന്നെ കിട്ടില്ല, അത്രയും വേദന. അങ്ങനെ ചെയ്യുന്ന ഹീറോ ആണെന്നുള്ളത് തോന്നല. സത്യത്തിൽ അതല്ല. നമ്മളെ സുഹൃത്തിന് കയ്യും കൊടുക്കുമ്പോൾ നമ്മളെ മനസ്സിന്റെ ഉള്ളിലുള്ള ആ ഊഷ്മളത കൈമാറുകയാണ് നമ്മൾ. ഒരാൾ വേറൊരാൾക്ക് ഷെയ്ക്കാണ്ട് കൊടുക്കുമ്പോൾ നമ്മളെ ശരീരത്തിലുള്ള കോടിക്കണക്കിന് സെല്ലുകളിലേക്ക് എന്ത് പറയുന്നുണ്ട്, പോസിറ്റീവ് അയണുകൾ കയറുന്നുണ്ടെന്നാ. അപ്പൊ അത്രയും നല്ല മനോഹരമായ ഒരു സംഗതിയാണ് ഈ കൈ കൊടുക്കുന്നത്. അപ്പൊ ഈ ക്ലബില് ഭാവിയിൽ നമുക്ക് ഇത്തരം ഒരു കൾച്ചർ, ഒരു സ്നേഹത്തിന്റെ സന്ദേശമാണ് ഈ ഷെയ്ക്ക് എന്നുള്ള തോന്നലോട് കൂടി വളരെ ഹർദവമായി കൈ കൊടുക്കുന്ന ഒരു കൾച്ചർ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടി നിർത്തുന്നു. നമസ്കാരം.